ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സമാധാനത്തിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അയ്യോ, എല്ലാം കൂടി വേണം. Please guide me mother universe, please guide me. Please guide me mother universe, please guide me. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ? കറണ്ട് സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഓവറോൾ എനർജി 8 of Pentacles. Four of Pentacles, Three of Swords, King of Swords, Page of Pentacles, Five of Cups, Eight of Pentacles. Okay. പിന്നെ ക്ലാരിഫൈ ചെയ്യുന്ന കാർഡും കൂടി എടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫോർ ഓഫ് പെൻഡിക്കിളിനെ ക്ലാരിഫൈ ചെയ്തത് 10 of Cups ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 of Swords ക്ലാരിഫൈ ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 3 of Swords ക്ലാരിഫൈ ചെയ്യുന്നത് ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. 2 of Pentacles, King of Swords ക്ലാരിഫൈ ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 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 The Page of Pentacles, please guide me mother universe, please guide me. Page of Pentacles, 8 of Pentacles, 5 of Cups, please guide me mother universe. 5 of Cups clarify ചെയ്ത് please guide me mother universe, please guide me. ഓട്ടൊന്നാണ് കേട്ടോ. കപ്പിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് 7 of Pentacles. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 4, 2, 3, 7, 7, 3, 8, 7, 5, 8. ഓക്കെ, 7 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിരിക്കുന്നതായ മാസം ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച്, ജൂലൈ, ആഗസ്റ്റ്, മെയ്. എയർ, വാട്ടർ, ഫയർ, എർത്ത്. ഓക്കെ, എയർ, വാട്ടർ, ഫയർ, എർത്ത്.
ഇവിടെ കറണ്ട് സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ദ 4 ഓഫ് പെൻഡിക്കിൾ നിങ്ങളിലേക്ക് ഇന്ന് രാവിലെ മറ്റൊരു ചാനലിലേക്ക് എൻ്റെ മദർ യൂണിവേഴ്സിലേക്ക് എടുത്ത അതേ എനർജി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു ലവ് തേർഡ് പാർട്ടിയെ മാത്രം എടുക്കരുത്. ചിലപ്പം പാരൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം. അപ്പോൾ അവർ അംഗീകരിക്കുന്നു, ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷനെ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പം വീട്ടുകാരാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ്, ഇപ്പോൾ വീട്ടുകാർ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷന് തയ്യാറല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ ഓക്കെ പറയുന്നതിന് കാര്യമാകുന്നു. ഓക്കെ, ചില റിലേഷന് വീട്ടുകാർ തയ്യാറല്ലായിരിക്കും. റിലീജിയനോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷന് വീട്ടുകാരാണ് തേർഡ് പാർട്ടി ആയിട്ട് നിന്നിട്ടുള്ളതെങ്കിൽ അത് എന്തായിരുന്നാലും അത് ഓക്കെ ആകുന്നു, വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്നു. അതല്ല ഫ്രണ്ട്സുകളുടെ ഇടയിലാണ് ഓക്കെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ ആയി കിട്ടുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഫാമിലി, നിങ്ങളുടെ ലവ് സക്സസ് ആവുന്നു. ഇത്രയും നാൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് സക്സസ് ആയി വരികയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ, നിങ്ങൾ ഇനി എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നല്ല റിലേഷൻ ആണോ, ഒരു ഫ്രണ്ട്ഷിപ്പാണോ, അതൊരു ഫാമിലി ആയിട്ടാണോ, എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ്. അപ്പോൾ അതിനോട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പം തേർഡ് പാർട്ടി ആയിട്ടുള്ള മറ്റ് പാരൻസിൻ്റെയോടൊക്കെ ആണെങ്കിൽ ശരി തന്നെ, ലൈഫിൽ ആരാണോ, ഒരു വ്യക്തിയാണോ, ഒരു ഫ്രണ്ടാണോ ഇത്രയും നാളും കൂടെ നിൽക്കുന്ന ആ ഫ്രണ്ടിനോട് പറയുകയായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതി അവരുമായിട്ട് പറയുകയാണ്. കാരണം നിങ്ങളില്ലാത്ത ഒരവസ്ഥ, കാരണം മറ്റ് എന്താണോ അവർ സെലക്ട് ചെയ്തത്, നിങ്ങളില്ലാതെ മറ്റെന്തിനെയാണോ അവരിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് അവർക്ക് ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളില്ലാണ്ട് മറ്റൊരു കാര്യവും അവർക്ക് പറ്റുന്നില്ല, ബാലൻസ് കിട്ടുന്നില്ല. ഒന്നിനും ഒരു മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഹാർട്ട് ബ്രേക്കാണ്. നിങ്ങളെ ഒരു ചിലപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഒരുപാട് പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. അതിനെ എന്തുകൊണ്ടാണ് പെയിൻ വരുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിലപ്പം അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കും. ആ ഫാമിലി നിൽക്കവെയായിരിക്കും നിങ്ങളുമായിട്ടൊരു റിലേഷൻ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടൊരു റിലേഷനിലായിപ്പോയി ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അവർക്ക് വാല്യൂ ആയിരുന്നു എന്നും നിങ്ങൾ എന്തുമാത്രം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും ആരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു മെൻ്റലി സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവർക്ക് നല്ല രീതിയിൽ പെയിനുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവർക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇത് ചിലപ്പം ഫാമിലി കല്യാണം കഴിച്ച ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ്റെ ആയിരിക്കും ഈ ബാലൻസിങ്ങിൽ പ്രോബ്ലമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു പുതിയ ഒരു റിലേഷൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാനൊക്കെ പ്ലാനൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലീജിയൻ പ്രശ്നത്തിലോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാതെ പകുതിക്ക് വെച്ച് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫാമിലി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാതെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് വരികയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങളെയും കൊണ്ട് ലൈഫിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്, ആരൊക്കെ എതിർത്തിരുന്നാലും നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ സൊല്യൂഷൻ കണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ പോകുന്നത്. ഓക്കെ, മറ്റ് ചില സ്ഥലങ്ങളിൽ ചില പേഴ്സൺസ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല, ഇത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ട് എനർജികൾ പലതും കയറി വരും. ഒരൊറ്റ എനർജി തന്നെ എല്ലാം പോകത്തില്ല. അപ്പം ഇതിൽ വന്നിരിക്കുന്നത് ചിലപ്പം ഫാമിലി ഉള്ള വ്യക്തികളായിരിക്കാം. അവർക്ക് ചിലപ്പം ഒരു തേർഡ് പാർട്ടി, ഫാമിലി അല്ലെങ്കിൽ തന്നെ ഈ മറ്റൊരു തേർഡ് പാർട്ടി ആയിരിക്കും. നിങ്ങളായിരിക്കും ഫാമിലി എങ്കിൽ
ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ ചിലപ്പം അവരെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യമോ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സണെ അപേക്ഷിച്ച് നിങ്ങളും വാല്യുബിളാണ്. അവർ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം സമയത്ത് ഹെൽപ്പ് ചെയ്ത് വന്ന ആ വ്യക്തിയും ഏറ്റവും വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സണാണ് ഇപ്പോൾ ശരിക്കും പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ആരെ കളയണം, ആരെ കൺട്രോൾ ചെയ്ത് നിർത്തണം. കാരണം രണ്ടുപേരും ഒന്ന് ഫാമിലി ആയിരിക്കും, ഒന്ന് തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പം രണ്ടും ലൈഫിൽ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സന്തോഷത്തിലും മുന്നോട്ട് പോകുന്നു. മറ്റൊരു സ്ഥലത്ത് എങ്ങനെ കൺട്രോൾ ചെയ്ത് രണ്ടുപേരെയും കൂടി എങ്ങനെ ഫ്രണ്ടായിരിക്കും, ആ ഫ്രണ്ടിനെയും ചിലപ്പോൾ ഫാമിലിനെയും എങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഫ്രണ്ട്, നിങ്ങളെയും ഫാമിലിയെ എങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെയിനായിട്ടിരിക്കുന്ന ചില വ്യക്തികളും ഇത് പേഴ്സണും ഇതിലുണ്ട്. ഓക്കെ, ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫിൽ ഫാമിലി തന്നെയാണെങ്കിലും ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും വേണ്ട എന്ന് വെച്ച് ഫാമിലി എല്ലാം നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിറകിലോട്ട് മാറ്റിക്കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇപ്പം ചില പാരൻസ് പറയുമായിരിക്കും, ഇത് പറ്റില്ല, ഇങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനെല്ലാം പിറകെ കളഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അവർക്ക് ചിലപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം പിറകിലോട്ട്, അവർക്കുള്ളതിനെല്ലാം പുറകിലോട്ട് മാറ്റിക്കൊണ്ട് എന്തും നേരിടാനുള്ള ഒരു യോദ്ധാവിനെ പോലെ, എന്തും നേടിയെടുക്കാനുള്ള ഒരു ധൈര്യത്തോടു കൂടി അവരെ കൊണ്ട് കഴിയും, എന്തും അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ അവർ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ഇത്രയും നാളും നിങ്ങളുടെ ദിശയിലല്ല മറ്റാരുടെയെങ്കിലും ദിശയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റൂട്ടിലേക്ക് വരുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി റിലേഷന് വേണ്ടിയിട്ടായിട്ട് അവർ നിങ്ങളുടെ നേർക്ക് വരികയാണ്. ഓക്കെ, മിക്കവാറും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും പലർക്കും ചിലപ്പോൾ മെസ്സേജോ കോളോ വന്നെന്നിരിക്കും. കാരണം അത്രയ്ക്കും എനർജി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തായിരുന്നാലും കോള് മിക്കവരുടെയും ബ്ലോക്കുകൾ മാറാനും മെസ്സേജ് വരുവാനും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുവാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെ തന്നെ ആണെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ, തൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും എങ്ങനെയാണ്, താൻ ചെയ്യേണ്ട കർമ്മകൾ എന്തൊക്കെയാണ്, ആ കർമ്മകളിലേക്കൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നത്. കാരണം ആർക്കും മറ്റുള്ളവർക്ക്, കാരണം രാജാവാണ്, ഇത് കിങ് ആണ്. അപ്പോൾ കിങ് ആകുമ്പോഴത്തേക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഗൃഹനാഥനാണെങ്കിൽ തന്നെയും, വീട്ടിലൊരു ഗൃഹനാഥനാണെങ്കിൽ തന്നെയും എല്ലാ രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തി. അത് മെയിലും ആകാം ഫീമെയിലും ആകാം. ഓക്കെ, ഇവിടെ മെയിൽ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്തായിരുന്നാലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കും. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുക, നിങ്ങളിലേക്ക് വരിക, നിങ്ങൾക്കൊരു ന്യൂ ഓഫർ നൽകുക. ഓക്കെ, നിങ്ങളിലായിട്ട് ആക്ഷൻ, ഓഫറിനെ കഴിഞ്ഞ് ആക്ഷൻ എടുക്കാനാണ് ഇവിടെ കൂടുതലും എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ആക്ഷൻ എടുക്കുക. ഇത്രയും നാൾ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന പല കാര്യങ്ങളും ബ്ലോക്ക് അഴിക്കുകയും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും നിങ്ങളെ സംസാരിക്കുകയോ നിങ്ങളെ നേരിട്ട് കാണാൻ വരികയോ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പല പ്രോമിസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ജീവിത അവസാനം വരെയും നിൻ്റെ കൂടെ കാണും, നിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഞാൻ നിന്നോടൊപ്പം കാണും, നീ ഒരിക്കലും തളരരുത്, കാരണം ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള ഒരുപാട് പ്രോമിസുകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്നാൽ അതൊന്നും നോക്കാതെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ മറ്റ് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ, കാരണം ഫസ്റ്റ് സമയത്ത് കാണുന്ന സമയത്ത് തന്നിരുന്ന ഒരുപാട് പ്രോമിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ
അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ഓറ പവർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി രണ്ട് വ്യക്തികൾ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്ന് നിൽക്കുന്ന ആളിൻ്റെ ഓറ പവർ അത്രയ്ക്കും പവർഫുൾ ഓറ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു ലോ ലെവലിൽ നിന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഓറ ചെന്ന് അത്രയും പവർഫുള്ളായിട്ടുള്ള ഓറയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവും. അവർ പോലും അറിയാതെ അവർ പവറാവും. അവർക്ക് ഒരുപാട് പോസിറ്റീവ്, അവരിലേക്ക് ഇതുവരെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ തുടങ്ങും. അവർ ഒരുപാട് ബെറ്ററായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ എല്ലാവരും അവരെ ഇഗ്നോർ ചെയ്ത് ഉപേക്ഷിച്ചിട്ടിരുന്ന വ്യക്തിയായിരിക്കും. ഫാമിലിയിൽ ആരും തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം അവർക്ക് മുന്നേ ഉള്ള റിലേഷൻ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഈ നെഗറ്റിവിറ്റി കാരണം അവരിൽ നിന്ന് പോയതായിരിക്കും. പക്ഷെ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വന്നതോടുകൂടി അവരുടെ പല അവരുടെ റിലേഷനെല്ലാം നിങ്ങളുടെ ഓറയുടെ ശക്തി കൊണ്ട് അവരുമായിട്ടുള്ള റിലേഷനെല്ലാം നേരെയാവുകയും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്ത്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൂടുതലുണ്ടായിരുന്നു. എന്താ, അവരെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രയോറിറ്റി അവർ കണ്ടു. അപ്പം നിങ്ങളെന്നുള്ള ഓറയിൽ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പോസിറ്റിവിറ്റിയിൽ നിന്നാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. കാരണം അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അറിവും കാര്യങ്ങളും അവർക്ക് കാണത്തില്ല. അവർ വിചാരിക്കും അവരുടെ ടൈം ശരിയായെന്ന് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. കാരണം അത് നിങ്ങളുടെ ഓറയുടെ ശക്തി കൊണ്ട് അവർക്ക് ടൈം ശരിയായി വന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓറ ശക്തി കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് വരുന്ന ആ ഒരു നഷ്ടം ഉണ്ടായിരുന്ന അതെല്ലാം അവരിൽ നിന്ന് പൊടിഞ്ഞു പോലെ ചീട്ട് കൊട്ടാരം എങ്ങനെയായിരുന്നു അത് തകർന്ന് വീഴുന്നത് പോലെ അവരിൽ എന്തൊക്കെയാണോ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് നേടിയെടുത്തത് അത് മൊത്തവും നിങ്ങൾ പോകുന്നതോടുകൂടി തകർന്ന് വീഴുന്നു. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളായിരുന്നു അവരുടെ ലക്കി. ഓക്കെ എന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോമിസ് തന്നിട്ടുണ്ടോ ആ പ്രോമിസുകളെല്ലാം നിറവേറ്റണമെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നപ്പോഴത്തേക്ക് മറ്റ് കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിലേക്ക് അവരെ ഉപേക്ഷിച്ച് പോയ പല കാര്യങ്ങളും അവരിലേക്ക് തിരിച്ചു വന്നു. ചിലപ്പോൾ പഴയ പ്രണയമായിരിക്കാം, പഴയ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബായിരിക്കാം. എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരെ ഉപേക്ഷിച്ച് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓറ പവർ കൊണ്ട് അതെല്ലാം അവരിലേക്ക് തിരിച്ചു വരികയും അവർ നിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രോമിസുകളൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങളെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പണിയുവാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുവാൻ, ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ, ഹൈ സ്റ്റാൻഡ് എടുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പൊസിഷൻ തരുവാൻ അവർ തയ്യാറാകുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ ഇത്. മറ്റു ചില വ്യക്തികൾ ഇതേ സമയത്ത് തന്നെ പല എനർജികളാണ് വരുന്നത്. മറ്റു ചില വ്യക്തികൾ അവരുടെ നഷ്ടമായി പോയിട്ടുള്ള, കാരണം നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത് നഷ്ടമായി പോയത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അവരുടെ എന്തെങ്കിലും ഫാൾട്ട് കൊണ്ടായിരിക്കും, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓവർ തിങ്കിങ് ആയിരിക്കും, അവരുടെ നെഗറ്റിവിറ്റി സംസാരങ്ങളായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നോക്കുകയാണ്, സ്വന്തമായിട്ട് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ. അവരുടെ ലൈഫിൽ നിങ്ങളെ നഷ്ടപ്പെടാൻ ചിലപ്പം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടിയോ മറ്റൊന്നും കാണത്തില്ലായിരിക്കും. ഇതെല്ലാം ഒരു ഡൗട്ടിൻ്റെ മേലിലുണ്ടായതായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും എന്താണ് തങ്ങളിൽ ബ്രേക്കപ്പ് ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ, ഇത്ര പെട്ടെന്ന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. അവരിനി നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ എന്താണോ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണ്. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അവർ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ടൈമാണോ അല്ലെങ്കിൽ മറ്റെന്താണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവർ തയ്യാറായി വരികയാണ്. ഓക്കെ, അതാണ് അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ എന്ത് വർക്കാണോ ചെയ്യേണ്ടത്
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എവിടെയാണ് അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് കൊണ്ടുവരണോ, അല്ലെങ്കിൽ അവർ ടൈം നിങ്ങൾക്ക് തരണമോ, എന്താണ് അവരുടെ ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നെഗറ്റിവിറ്റി അടിച്ച് നിങ്ങളുമായിട്ട് ബഹളം വയ്ക്കുന്നതാണോ പ്രശ്നം, എന്ത് തന്നെയായിരുന്നാലും ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരുപാട് അവർ ചിന്തിക്കുന്നുണ്ട്. ലൈഫ് എങ്ങനെ നേരെയാക്കി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് അവർ കറണ്ട് സിറ്റുവേഷനിൽ ചിന്തിക്കുന്നുണ്ട്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് രണ്ടും വീണ്ടും വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾ തന്നെയാണ്. 8 ഇവിടെ ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റിക്കിളാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ നിങ്ങളെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുവാൻ വെച്ച് നിങ്ങളുടെ റിലേഷനെ പണിത് കൊണ്ടുവരുവാൻ അവർ തയ്യാറാണ്. അവരിൽ നിന്ന് വന്ന ഫാൾട്ടുകളെല്ലാം അവർ മാറ്റി പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങൾക്കാണ്. മറ്റ് വാക്കുകൾക്കോ മറ്റ് ആളുകളുടെ വാക്കുകൾക്കോ ഇതുവരെയും പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് യാതൊരു സ്ഥാനവും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് എംപ്രസ് തന്നെയാണ്. എല്ലാ ക്യൂൻ ഓഫ് സോഡ്, ക്യൂൻ ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് പെൻഡിക്കിൾ എല്ലാത്തിൻ്റെയും എനർജി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും എനർജി ഇതിലാണ് വരുന്നത്. ഏറ്റവും വലിയ ഒരു കാർഡ്, ഈ ക്യൂനുകളുടെ ഏറ്റവും വലിയ കാർഡാണ് ഇത് എംപ്രസ് വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും അവരുടെ രാജകുമാരിയായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് അവർക്ക് നിങ്ങളെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതുവരെയും നിങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ഉപേക്ഷിക്കുന്ന നിലയിൽ, ഏറ്റവും തള്ളപ്പെട്ട നിലയിലാണ് നിങ്ങളെ അവർ കണ്ടിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജാവായിട്ട്, അവരുടെ കുട്ടികളുടെ അമ്മയായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനായിട്ട്, മെയിലോ ഫീമെയിലോ ആയിട്ട് എടുക്കാം. അവർ ചിന്തിക്കുകയാണ്, അവരുടെ തെറ്റുകൾ അവരിൽ തന്നെ നോക്കുകയാണ്, എന്താണ് അവരിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത് അതെല്ലാം മാറ്റം വരുത്തി ഒരു ഗ്രോത്ത്, അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. അതാണിപ്പോൾ കറണ്ട് സിറ്റുവേഷനായിട്ട് പോയിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനും കൂടി നോക്കട്ടെ. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ആരും വിഷമിച്ചിട്ടിരിക്കുന്നില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൽ ആരെങ്കിലും കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? ഈ റിലേഷനെ സംബന്ധിച്ച് അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ടവർ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പെയിൻഫുള്ളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളും ഉണ്ട്. ചില വ്യക്തികൾ പെയിൻഫുള്ളാണെങ്കിലും ഒരുപാട് പെയിൻ സഹിച്ച വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഇത്രയും ഒരു 10 ഓഫ് സോഡ് ജീവിതത്തിൽ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ആയിരുന്ന വ്യക്തികളായിരുന്നു ഈ റീഡിങ് ഇപ്പോൾ കാണുന്നത്. അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരിലേക്ക് ആ ഒരു അന്ധകാരം മാറുകയാണ്, ഈ ബ്ലാക്ക് മാറുകയാണ്. ഈ ബ്ലാക്ക് മാറിയിട്ട് അടിയിലൊരു ലൈറ്റ് വരുന്നുണ്ടാവും, ഒരു ന്യൂ ബിഗിനിങ്. അവരെല്ലാവരും പോസിറ്റീവ്, ഇപ്പോൾ ഈ കാണുന്ന എല്ലാ വ്യക്തികളിലേക്കും പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ അന്ധകാരത്തെ മാറ്റി ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ആ ബ്ലാക്കിനെ മാറ്റിയിട്ട് അവരിലേക്ക് സണ്ണ് വരികയാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അവർ ഡെത്തായി അവരുടെ ജീവിതത്തിൽ എന്താണോ ആ ഒരു കാര്യത്തെ അവർ അവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ റിലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ബ്രേക്കപ്പ് ആയാലും ശരി, തന്നെ ജീവിതത്തിൽ എന്താണോ
അതിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനിയൊരു ന്യൂ ബിഗിനിങ്, അവരുടെ ലൈഫിൽ ഒരു സൂര്യൻ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതുവരെ സംഭവിച്ചത് എല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ച് അവരിപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോവുകയാണ്. അവർക്ക് ഗോഡിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സിൻ്റെതായ ബ്ലെസ്സിങ് അവരിലേക്ക് ഉണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടുന്നതായ ഹെറോഫെൻറ്റിൻ്റെയാണ്, അവർക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്നതായ നോളജ് അവരിൽ തന്നെ യൂണിവേഴ്സ് തന്നെ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അവരിലേക്ക് തന്നെ അവർക്ക് ഒരു ഇൻറ്റ്യൂഷൻ പവർ അവർക്ക് ലഭിക്കുന്നുണ്ട്, എൻ്റെ വ്യൂസിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 10 ഓഫ് സോഡിലായിരുന്ന ഒരു വ്യൂസ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് മാറുകയാണ്. ഇതിൽ പല ആൾക്കാരും അവരുടേതായ സക്സസ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരുടെ വിക്ടറിയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് അവർ നേടാനായിട്ട് അവർ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരും സക്സസ്സിലേക്ക് എത്തിയിട്ടുമുണ്ട്. ചിലപ്പോൾ ഇനി എത്തത്തെ ഉള്ളായിരിക്കും, ചിലവർ എത്തിക്കഴിഞ്ഞ വ്യക്തികളുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ മൂവ് ഓൺ കഴിഞ്ഞ വ്യക്തികളുണ്ട്. ഓക്കെ, മൂവ് ഓൺ കഴിഞ്ഞവരുണ്ട്. അവരുടെ ലൈഫിലേക്ക് അവർ പാർട്ട്ണർ തിരിച്ചു വന്ന വ്യക്തികളുണ്ട്. എന്നിരുന്നാലും ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോസിറ്റീവ് എനർജിയിൽ പോകുന്ന ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലുണ്ട്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശരി തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളുമുണ്ട്. ഓക്കെ, സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു അഹങ്കാരമോ കാര്യമോ ഒന്നുമില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന സമ്പാദ്യമെല്ലാം തന്നെയും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്രാന്തം കാണിക്കുന്ന വ്യക്തികളൊന്നും നിങ്ങൾക്ക് ഈ ഇത് വീഡിയോ കാണുന്നതിൽ കാണത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പെൻഡിക്കിൾ മൊത്തം വന്നിരുന്നത് അവരുടെ അരയ്ക്ക് കീഴോട്ടാണ്. കാരണം ഒരിക്കലും തലയ്ക്ക് മുകളിലായിട്ട് ഒരു പെൻഡിക്കിളുമില്ല. കാരണം അവർക്ക് പൈസ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രൂപ പോലും അവരുടെ ജീവിതത്തിൽ അനാവശ്യമായി വന്നു ചേർന്നതല്ല. എല്ലാം അവർ അത്രത്തോളം കഷ്ടപ്പാട് സഹിച്ച് ഉണ്ടാക്കിയ പണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ പണം ഒരിക്കലും അവരെ ഭരിക്കുന്നില്ല. പണം അവർക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവരൊരിക്കലും ആ പണത്തിന് വേണ്ടിയിട്ട് ഒന്നിനെയും ത്യജിച്ച് കളയാനോ അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടിയിട്ട് ഒന്നും നശിപ്പിച്ച് കളയാനോ അവർ തയ്യാറല്ല. അവർക്ക് ഒരുപാട് സമാധാനം ശാന്തിയുമുള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണ്. എൻ്റെ വ്യൂസ് ഇത്രയും നാൾ കരഞ്ഞ് വിഷമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഉള്ളിലോട്ട് ഒരു സമാധാന സന്തോഷമെല്ലാം അവരുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഗ്രോത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. പല ആൾക്കാരും ജോലിയാണെങ്കിൽ തന്നെയും ജോലിക്ക് പോകാനുള്ള സെലക്ഷനും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരിക്കുന്നു. പല വ്യക്തികളും അവരുടെ ലൈഫിൽ എന്താണോ ഡിസൈൻ വർക്കാണോ മറ്റെന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ജോലി അവർ സെലക്ട് ചെയ്തിരിക്കുന്നു. പല വ്യക്തികളും സിംഗിൾ പേരൻ്റ് ആയിരിക്കാം. ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ജോലിയായിരിക്കാം. കാരണം നിങ്ങൾ കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നഴ്സായിരിക്കാം. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കെയറിങ് കാര്യങ്ങളും എല്ലാം വരുന്നത് നഴ്സിംഗ് ആണ്. അപ്പം ആ ഒരു നഴ്സിംഗ് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയും പേരൻസിനെയൊക്കെ നല്ല രീതിയിൽ നോക്കുകയും ഒരുപാട് ഒരു അമ്മ എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കുന്ന ഒരു പാഷ്വാലിറ്റി ഇല്ലാതെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. മറ്റുള്ളവർക്ക് ഹെൽപ്പ് കൊടുത്തും നിങ്ങളുടെ അബണ്ടൻ്റായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറികൾ നേടിയെടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരു പെയിനോ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഇപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ആരും നിലവിളിച്ച് കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളും കാണുന്നില്ല. ഓക്കെ, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നോക്കി കാണുന്നുണ്ട്. ഇനി ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് കാരണം എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിച്ചത്, ഏത് കാരണത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നത്. സ്പിരിച്വലായിട്ടാണെങ്കിൽ ശരി തന്നെ നിങ്ങൾ ഒരുപാട് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട്
പക്ഷേ പകുതി ആൾക്കാരും എലോണായിരിക്കുന്നു, നിങ്ങൾ ഐസൊലേറ്റ് ആയിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു കൂട്ട് വേണ്ട, ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഏറ്റവും സുഖകരം എന്ന് ചിന്തിച്ച് മുന്നേറുന്ന പല വ്യക്തികളും ഇവിടെ ഉണ്ട്, ഇത് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു കൂട്ടിൻ്റെ ആവശ്യമില്ല, എല്ലാം നിങ്ങൾ തന്നെ സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾക്കുള്ള പ്രകാശം നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളും നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ആയാലും ശരിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നേടിയെടുക്കാൻ, പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നേടിയെടുക്കേണ്ടത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് പല വ്യക്തികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് അറിയത്തില്ലെങ്കിലും മാനിഫെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതി അവർ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവർ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് സെൽഫ് ലവ് ചെയ്തിരിക്കുന്നതായിട്ടും ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ് പലരുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്നു. മറ്റു ചിലർ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ സിറ്റുവേഷനെയും അവർ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇന്നലെ വരെ കണ്ടതല്ല, ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളെയും ആർക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത് ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ടവർ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വയം ടവർ കൊണ്ടുവന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ടവർ അല്ല, ഇത് നിങ്ങളായിട്ടുള്ള ടവറാണ്. യൂണിവേഴ്സ് ടവർ തന്നിട്ടില്ല, ഇത് നിങ്ങളുടെ ടവറാണ്. നിങ്ങൾ ഏതെങ്കിലും റിലേഷൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ തരാനുള്ളതോ ഉള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ടവർ വെച്ചിരിക്കുകയാണ്. ഇനി സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ റിലേഷൻ ആയിരിക്കാം, റിലേഷൻ ആണെങ്കിൽ ശരി തന്നെ, നിങ്ങളത് യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് യാതൊരു ഇൻവെസ്റ്റ് ചെയ്യാനോ ഒരു ടൈം ആവട്ടെ, നിങ്ങളുടെ ഇമോഷൻ ആവട്ടെ, ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ തന്നെ, ഇത് യൂണിവേഴ്സിൻ്റെ ടവറല്ല, ഇത് നിങ്ങൾ തന്നെ ഇട്ടിരിക്കുന്ന ടവറാണ്. ഓക്കെ, അപ്പം ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുന്നു, മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന എനർജി ഇതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ വ്യൂവേഴ്സ് പോസിറ്റീവിലേക്ക്, അവരിൽ നിന്ന് അന്ധകാരം മാറി ഇത്രയും കരഞ്ഞ് വിളിച്ച് എനിക്ക് പറ്റില്ല, ഇനി അനങ്ങാൻ പറ്റില്ല, എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലാണ്ട് എനിക്കിനി എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച പല വ്യക്തികളും ഇന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് വരണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് വരികയാണ്. ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന ഈ രണ്ട് എനർജികളാണ്. ഈ രണ്ട് എനർജികളെ ഞാൻ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുകയാണ്. കാരണം ഏത് സിറ്റുവേഷനിലാണോ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ആയിരുന്നത്, ആ വ്യൂസിൻ്റെ പേഴ്സണിൽ നിന്ന് അവർക്കൊരു മുക്തി ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചിലപ്പം ചില റിലേഷൻ്റെ പിറക്കെ ആയിരുന്നായിരിക്കാം അവർക്ക് ഊണും ഉറക്കമൊന്നുമില്ലാതെ അവരുടെ ജീവിതത്തെ തന്നെ അവർ നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ചിലപ്പോൾ തിരിച്ച് വരുന്ന വ്യക്തി ആയിരിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ തിരിച്ച് വരുന്നവരായിരിക്കാം. നമുക്കതിനെക്കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ കർമ്മ പോലെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കാർഡ് നിരത്തിയിരുന്നാൽ തന്നെയും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വ്യക്തികൾക്കും ബ്രേക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ആർക്കും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കർമ്മ അനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാർഡ് വഴി ഒരു സമാധാനം എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഫ്യൂച്ചറിനെ കറക്റ്റ് പറയാൻ കഴിയത്തില്ല. കാരണം ഫ്യൂച്ചറിനെ കാണുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, പിന്നെ പല ആൾക്കാർക്കും മാനിഫെസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അതിനൊരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു കിട്ടാനുള്ള കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് എങ്ങനെ ചെയ്യണം ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെയാണെങ്കിലും നിങ്ങൾ മുറ്റത്ത് നിങ്ങളൊക്കെ അവിടെ ഭൂമിയൊക്കെ ഉള്ളത് കാരണം നിങ്ങൾക്ക് അവിടെ നട്ട് നനയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ചെടി നിങ്ങൾ നടുകയോ അല്ലെങ്കിൽ ഒരു വൃക്ഷം നടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് മദർ യൂണിവേഴ്സ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കാരണം സങ്കല്പിക്കുക, നമ്മുടെ വിശ്വാസം എന്താണോ ബിലീവ്, ആ ബിലീവാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് എന്താണോ നിങ്ങൾ നെഗറ്റീവാണോ ബിലീവ് ചെയ്യുന്നത് ആ നെഗറ്റീവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവാണോ ബിലീവ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാർഡ്, ഞാനിപ്പോൾ ഈ ഒരു
കാർഡ്, ജസ്റ്റ് ഒരു കാർഡ് എടുത്ത് തന്നിട്ട് പറയാണ് ഈ കാർഡ് ഒരു സ്പെഷ്യൽ കാർഡാണ് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഒരു കാർഡ് കൊണ്ട് തന്നിട്ട് ഞാൻ പറയണം ഇത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു കാർഡാണ്, നിങ്ങളിത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകും. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു ബിലീവ് സിസ്റ്റം ഉണ്ടാവും. ഒരു ബിലീവ് എന്ന് പറയുമ്പോൾ ഇതെന്തോ സ്പെഷ്യലായിട്ട് നമ്മൾ ഹിമാലയത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കാർഡാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആ ഒരു ബിലീവ് സിസ്റ്റം, ഇതെന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു കാർഡാണ്, ഞാൻ ഇതെൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അത് നടക്കും 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 നടക്കും. നിങ്ങളിൽ അപ്പോഴും ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരും. കാരണം ഈ കാർഡിൻ്റെ ബലമല്ല, ഒരിക്കലും ഈ കാർഡിൻ്റെ ബലമല്ല, നിങ്ങളുടെ മാനിഫെസ്റ്റിൻ്റെ ബലമാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്ക് ഈ കാര്യം നടക്കും, ഈ ഒരു കാര്യം എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ കാര്യം നടക്കും, അത് ഉറപ്പാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ്, ഇത് ഹിമാലയത്തിൽ നിന്ന് വന്ന കാർഡാണ് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നു ഈ പവറിൻ്റെ ശക്തിയാണെന്ന്. ഒരിക്കലുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാനിഫെസ്റ്റ് ശക്തിയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നത്. അപ്പോൾ അതിനെ ഒരു ബിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഇത് എനർജിയാണ്. അപ്പം നിങ്ങൾ ഇത് യൂണിവേഴ്സ് മദറായിട്ട് സങ്കല്പിക്കുക. മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാത്ത വ്യക്തികൾ, അറിയാവുന്ന വലിയ വലിയ ആൾക്കാർ ഇതിന് വന്ന് ഉപദ്രവിക്കില്ല. കാരണം എനിക്ക് അറിയാൻ വയ്യാത്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം അവർ ഇതുപോലെ ഒരു യൂണിവേഴ്സാണ്, ഇതാണ് യൂണിവേഴ്സ് മദർ എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ചെറിയ മഗ്ഗിൽ കുറച്ച് വെള്ളം, അത് മോർണിംഗിലാണെങ്കിലും സണ്ണ് വരുന്ന സമയത്താണെങ്കിലും അത് എനർജി കൂടുതലായിരിക്കും, സണ്ണ് അസ്തമിക്കുന്ന സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും അത് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ട് എനർജി സമയത്തും നിങ്ങളൊരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യമാണോ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടാണോ, എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, ആ ഒരു കാര്യം നിങ്ങൾ നിശബ്ദമായിരിക്കുന്ന ഒരു സൈഡിലായിരിക്കും. ബഹളത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയും മാനസികമായിട്ട് എല്ലാവരും വീട് കടന്ന് ബഹളം വയ്ക്കുമ്പോഴും ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങളിരിക്കുക, ആ ഒരു മഗ്ഗിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, അത് കിട്ടിയതിന് നന്ദി, എൻ്റെ ജീവിതത്തിൽ എല്ലാ നെഗറ്റീവും പോയി കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടോ, സ്വർണം കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, നിങ്ങളുടെ പേഴ്സൺ വരാനുണ്ടോ, അപ്പം പേഴ്സണെ കുറിച്ചുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ, ആ കപ്പിൻ്റെ വെള്ളത്തെ നിങ്ങൾ ഗ്ലാസ് എടുത്താലും വേണ്ടില്ല, ആ വെള്ളത്തിൻ്റെ നടുഭാഗത്തായിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറേ നേരം അതിൽ തന്നെ നോക്കി നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ആ ഒരു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ഓറ ശക്തി, ആ വെള്ളത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുക, ഓളങ്ങളുണ്ടാക്കും. ഓക്കെ, ഞാനത് ചെയ്തിട്ടുള്ളതാണ്. ഓളങ്ങളുണ്ടാക്കി നമുക്കത് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കും. പക്ഷെ ഫസ്റ്റ് ഡേയിലൊന്നും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം നമ്മൾ ഒരു പേഷ്യൻ്റെ പൾസ് നോക്കിയിരുന്നാലോ അല്ലെങ്കിൽ ലങ്സിൽ ബ്രീത്ത് എടുക്കാൻ നോക്കിയിരുന്നാലും നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരു എനർജി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 30 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള നിങ്ങളൊരു പോസിറ്റീവ് എനർജി തന്നെ നിങ്ങളിലേക്ക് എത്തിയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിൽ തന്നെ നോക്കി നിൽക്കുന്നതിന് ശേഷം നിങ്ങൾ അതിന് താങ്ക്സ് പറയുക. നിങ്ങൾക്ക് വന്ന കാര്യത്തിൽ, ഇപ്പോൾ കിട്ടാനുള്ള സാധനത്തിനാണെങ്കിൽ ആ സാധനം കിട്ടിയതിന് നന്ദി പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്നതിനാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്നതിന് നന്ദി പറയുക, ബ്ലോക്ക് മാറിയതിനാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം എടുത്തുകൊണ്ട് പോയി മദർ യൂണിവേഴ്സിന് നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നു അത്രത്തോളം നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേഴ്സൺ വന്നതിന് മദർ യൂണിവേഴ്സിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ലോകത്ത് ഈ വെള്ളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഓക്സിജന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെ നന്ദി പറയാൻ പറ്റുമോ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ആ വെള്ളം നിങ്ങൾ കുറേശ്ശെയായിട്ട് ആ ഒരു മദർ യൂണിവേഴ്സിന് കൊടുക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇതൊരു മാനിഫെസ്റ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ദൈവമായിട്ടൊന്നും എടുത്ത് വെച്ച് അമ്പലമൊന്നും കെട്ടി നിർത്തിയേക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ കേട്ടോ. പിന്നെ ഇത് അമ്പലം കെട്ടിയൊന്നും നിർത്തിയേക്കരുത് കേട്ടോ.
അപ്പം ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. മാനിഫെസ്റ്റ് ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ നെഗറ്റീവ് അടിച്ചിരിക്കാനുള്ളതല്ല. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ കർമ്മയിലേക്ക് കടക്കുക. കർമ്മ അവനവൻ്റെ കർമ്മ ചെയ്യാതെ എനിക്കുള്ളതെല്ലാം ഇങ്ങോട്ട് കിട്ടണം, ഞാനൊരു കർമ്മയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒന്നും നടക്കത്തില്ല. കാരണം യൂണിവേഴ്സാണ്, യൂണിവേഴ്സ് എനർജിയാണ്. നമ്മൾ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എനർജി തിരിച്ചും കിട്ടുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെയോ അല്ലെങ്കിൽ എൻ്റെ റീഡിങ് ഒരു സ്റ്റോറി ആയിട്ടോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്ക് ഇങ്ങനെ റീഡ് ചെയ്യാനേ അറിയാവോ. ഓക്കെ, പിന്നെ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എന്ത് പ്രശ്നമായിരുന്നാലും ആ പ്രശ്നത്തിനോടൊപ്പം തന്നെ ആ പ്രശ്നത്തിനോടൊപ്പം തന്നെ യൂണിവേഴ്സിൻ്റെ എല്ലാ കരങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്ത് വരട്ടെ. പിന്നെ നിങ്ങൾ ഇന്നലെ തന്നെ ഞാൻ ഇത് പറഞ്ഞിരുന്നു, ടവർ വന്ന് അവർ മൂവ് ഓൺ ആയിരിക്കുന്ന വ്യക്തികൾ, അവരെന്ന് പറയുന്നത് നിങ്ങളെന്നുള്ള വ്യക്തിയെ ഒരു യൂണിവേഴ്സ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗമുള്ളതാക്കി മാറ്റാനാണ്. അല്ലാതെ നിങ്ങളുടെ എനർജി ഒന്ന് ഒതുങ്ങി മാറാനുള്ളതല്ല. ഓക്കെ, നിങ്ങളുടെ എനർജി ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഒരുപാട് പേരെ ആശ്വാസം വരുന്നതായിരിക്കും. നിങ്ങളിങ്ങനെ തളർന്ന് ഒരു റൂമിൻ്റെ അകത്ത് ഇരിക്കേണ്ട വ്യക്തികളല്ല. ചിലപ്പോൾ നിങ്ങൾ ഇറങ്ങി പുറത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഒരു ആത്മഹത്യക്ക് പോകുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ നടന്നു പോകുന്ന സമയത്തായിരിക്കും ഒരു വ്യക്തി ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ യാദൃശ്ചികമായിട്ട് അവരുമായിട്ട് കുറച്ച് സംസാരിക്കുകയും ആ ഒരു കാര്യത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് വരികയും അവരിലൊരു പോസിറ്റീവ് വരികയും, കാരണം യൂണിവേഴ്സ് എപ്പോഴാണ് എവിടെ വെച്ചാണ് നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് അറിയാൻ പറ്റും. അതല്ല ഓക്കെ, നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി മൊത്തവും നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ ലോകത്തെ അറിയിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഉപകാരപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.